എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഇതുവരെ പരീക്ഷിക്കാത്ത ഒരു ഐറ്റമാണ് പരീക്ഷിക്കാൻ പോകുന്നത്. എൻ്റെ മേക്കപ്പ് റൂട്ടീൻ എങ്ങനെയാണെന്ന് നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു. ഞാൻ ഇതുവരെ മേക്കപ്പ് റിലേറ്റഡ് ഒന്നും ചെയ്തിട്ടില്ല, ബ്യൂട്ടി റിലേറ്റഡ് ഒന്നും ചെയ്തിട്ടില്ല വീഡിയോ. ദിസ് മൈ ഫസ്റ്റ് ടൈം ഡൂയിങ് എ വീഡിയോ ഓൺ മേക്കപ്പ്. ഞാൻ മേക്കപ്പ് അങ്ങനെ വലിയൊരു മേക്കപ്പ് ആരാധികയല്ല, പക്ഷേ ഷോസിനൊക്കെ പോകുമ്പോൾ ഒരു എന്താ പറയുക, ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ് കുറച്ച് മേക്കപ്പ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത്രയ്ക്കുള്ളതേ ഞാൻ ചെയ്യാറുള്ളൂ. സ്ഥിരമായിട്ട് നമുക്കൊരു എന്ന് വെച്ചാൽ ഭയങ്കര ഹെവി മേക്കപ്പ് ചെയ്യണ ഒരാളൊന്നല്ല. ചെറുതായിട്ട് എൻ്റെ ഫേസിനെ ലിറ്റപ്പ് ചെയ്യാനുള്ള ഒരു മേക്കപ്പാണ് ഞാൻ ചെയ്യാറുള്ളത്. അതിന് ബേസിക് ആയിട്ടുള്ള വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു റൂട്ടീൻ ആണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യണേ. അപ്പം ഇപ്പം ഞാൻ ഒന്നും മുഖത്ത് ചെയ്തിട്ടില്ല. ഞാൻ മുഖമൊക്കെ കഴുകി എന്തായാലും മുടിയൊക്കെ ശരിക്ക് വെച്ചിട്ട് വരാം. അപ്പം ഞാൻ മുഖം കഴുകി വന്നു. ഞാൻ ഉപയോഗിക്കുന്ന ഫേസ് വാഷ് മാമാ അർത്തിൻ്റെ ആണ്, ഉപ്തൻ ഫേസ് വാഷ്. നന്നായി ക്ലൻസ് ചെയ്തു. ഇപ്പോൾ ഒന്നുമില്ല മുഖത്ത് കേട്ടോ. അത്യാവശ്യം പാടുകളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് കാണാം. പാടുകളൊക്കെ ഉള്ള മുഖമാണ്, മുഖത്ത് ഒന്നും ഇട്ടിട്ടില്ല. അപ്പം ഫസ്റ്റ് നമ്മൾ ഹൈറോണിക് ആസിഡ്, ഇതിൻ്റെ അറിയോ, ഇത് ലോറിയലിൻ്റെ ആണ്. അതിൻ്റെ ഹൈറോണിക് ആസിഡിൻ്റെ ഫേഷ്യൽ സെറമാണ് ഫസ്റ്റ് ഇടാൻ പോണേ. ഇത് നമ്മളുടെ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു നറിഷിങ് ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെറം ഇടണേ ഫേസിൽ. കുറച്ച് ഡ്രോപ്സ് കേട്ടോ. നമുക്ക് എൻ്റെ ഒരു കുഞ്ഞു മുഖമായതുകൊണ്ട് എല്ലാ സാധനങ്ങളും കുറച്ച് മതി എപ്പോഴും. അപ്പോൾ അതൊരു ഗുണമുണ്ട്. കുഞ്ഞു മുഖത്തിന് അതിൻ്റേതായ ഡിഫക്ട്സ് ഉണ്ടെങ്കിലും ഇങ്ങനെ ചില ഉപകാരങ്ങളുണ്ട്. അപ്പം ഞാൻ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം സ്കിന്നിലേക്ക് ഇറങ്ങണം അല്ലേ. നെവർ എവർ ലീവ് യുവർ നെക്ക്. എപ്പോഴും നെക്ക് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കണം. നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിലും നെക്കിലും കൊടുക്കണം. ഒരു 1 മിനിറ്റ് എപ്പോഴും വിടണത് നല്ലതാണ് ഓരോന്നും കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് അത് ശരിക്കും അങ്ങോട്ട് സ്കിന്നിലേക്ക് പിടിക്കും. പിന്നെ ഞാൻ കോൺടാക്ട് ലെൻസ് വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ കണ്ണട എവിടെ പോയി എന്ന് ചോദിക്കുന്നവർക്ക് ഞാൻ കോൺടാക്ട് ലെൻസ് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്കൊന്നും കാണില്ല. ഇനി അടുത്ത സ്റ്റെപ്പ്, ദാറ്റ് ഈസ് മോയ്സ്ചറൈസിങ്. പുറത്തേക്കുള്ള സ്കിന്നിനുള്ള മോയ്സ്ചറൈസിങ്. ഇത് ഫിസിയോ ജെൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ജെല്ലാണ് യൂസ് ചെയ്യണേ. എൻ്റെ സ്കിൻ ടൈപ്പ് കുറച്ച് ഡ്രൈ ആണ്. എൻ്റെ കുഞ്ഞിലെ കുറച്ച് മുമ്പത്തെ കാലത്തൊക്കെ നോർമൽ ടു ഡ്രൈ എന്നാണ് പറയാറുള്ളത്. പക്ഷെ ഇപ്പോൾ അത് ഡ്രൈ ആയി മാറി. എനിക്ക് തോന്നുന്നത് ഞാൻ ചെന്നൈയിൽ പോയി ആ ഒരു 2 വർഷത്തെ ഒരു ക്ലൈമറ്റ് ചേഞ്ച്, അതിലാണ് എൻ്റെ സ്കിന്നിന് കുറച്ച് ഡാമേജ് ആയത്. ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുകാർക്ക് വളരെ നല്ലതാണ്. എൻ്റെ എന്താ പറയുക, എൻ്റെ മേക്കപ്പൊക്കെ സ്ഥിരമായി ചെയ്യുന്ന സൗമ്യ ചേച്ചി, ലാബോണിറ്റ ബ്യൂട്ടി പാർലറിലെ സൗമ്യ ചേച്ചി സജസ്റ്റ് ചെയ്തതാണിത്. ഇതാ ഇത്രയും എടുത്തിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് മോയ്സ്ചറൈസർ ഇടട്ടാ, കാരണം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഫേസാണ്. ഓക്കെ, ഇനി ഒരു 1 മിനിറ്റ് ഇത് അവിടെ പിടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് ലിപ് ബാം ഒന്നുകൂടി ഇടാം. ഞാൻ കാണിച്ചെന്നില്ലല്ലോ ഏതാ ലിപ് ബാം എന്ന്. ആദ്യം ഞാൻ കുറച്ചിട്ടായിരുന്നു. കാറ്റുകാലൊക്കെ ആകുമ്പോൾ എൻ്റെ സ്കിൻ ലിപ്സ് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. ലിപ്സ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ലിപ്പ് പൊട്ടനേക്കാളും ഈ ഭാഗത്തൊരു ഇങ്ങനൊരു കളറ് വരും. അത് ഈ ഡ്രൈനെസ്സും കൊണ്ട് വരണതാണ്. അപ്പോൾ അതിന് ഞാൻ പലതരത്തിലുള്ള ലിപ് ബാംസ് യൂസ് ചെയ്ത് നോക്കി, പക്ഷെ എനിക്കൊന്നും സാറ്റിസ്ഫൈഡ് ആയില്ല. എന്നിട്ട് ഞാൻ ഫൈനലി കണ്ടുപിടിച്ചതാണ്, ഇതും ചെന്നൈയിലുള്ളപ്പോൾ കണ്ടുപിടിച്ചതാണ്, ഈ ഹിമാലയയുടെ റിച്ച് കൊക്കോ ബട്ടർ ലിപ് കെയർ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. അതിൻ്റെ ഇതൊക്കെ പൊട്ടിപ്പോയി കുറേശ്ശെ. ഇതാണ് സാധനം. ഇടട്ടെ. നല്ലോണം ലാസ്റ്റ് ഞാൻ ചെയ്യും. നല്ലൊരു മോയ്സ്ചറൈസിങ് സ്കിന്നിന് കൊടുക്കും, ലിപ്പിന് കൊടുക്കും. ഇതിന് പ്രത്യേകിച്ച് കളറൊന്നുമില്ല കേട്ടോ. ഇനി അടുത്തത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സാധനം, SPF 50 UV ഡോക്സിൻ്റെ സൺസ്ക്രീൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അത് ഉപയോഗിക്കാണ്ട് കുറച്ച് കാലം ഇരുന്നിട്ട് എന്നെ ഡോക്ടർ നിർബന്ധിച്ച് ഇടിയിച്ച് തുടങ്ങിയതാണ് ഈ സൺസ്ക്രീൻ.
ഇനി സൺസ്ക്രീൻ ഇട്ടില്ലെങ്കിൽ കുട്ടിയുടെ സ്കിന്ന് മോശമാവും എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ് UV ഡോക്സിൻ്റെ. ഇതിപ്പോൾ കഴിയാറായി, എടുക്കാൻ കിട്ടുന്നില്ല. ഇത്രയും എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് എടുത്തിട്ട് അങ്ങനെ എടുത്തിട്ട് കയ്യിലാക്കിയിട്ട് തന്നെ വരട്ടാറ്. ഇനിയാണ് എൻ്റെ മേക്കപ്പ് കിറ്റിലെ മെയിൻ ഐറ്റം വരുന്നത്. ഞാൻ കൺസീലറായിട്ടും ഫൗണ്ടേഷനായിട്ടും രണ്ടും കൂടിയിട്ട് ഒരൊറ്റ സാധനം ഉപയോഗിക്കാറുള്ളൂ. കൺസീലർ പ്ലസ് ഫൗണ്ടേഷനാണ് ഇത് എന്നാണ് എൻ്റെ അറിവ്. അതിൻ്റെ പേരാണ്, കാണാനുണ്ടോ, ഡേർമ കളറിൻ്റെ കാമോഫ്ലാജ് ക്രീം എന്ന് പറഞ്ഞിട്ട് ക്രയോലൻ പ്രോഡക്ട്സിൻ്റെയാണ് ഈ ഐറ്റം. ഡേർമ കളറിൻ്റെ ഈ ഒരു പ്രോഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഏക കൺസീലർ ആൻഡ് ഫൗണ്ടേഷൻ. രണ്ടും കൂടി ചേർന്നിട്ടുള്ളൊരു ക്രീമാണിത്. എൻ്റെ സ്കിന്നിന് ദിസ് ഇസ് ഓക്കെ. D64 അതാണ് എൻ്റെ കോംപ്ലക്ഷന് പറ്റിയ കോഡ്. ഇത് നന്നായിട്ട് ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ഒരു ബ്ലെൻഡർ നിങ്ങൾ, ഞാനിപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്, വെള്ളത്തിലിട്ടിട്ട് എടുക്കുക, അല്ലെങ്കിൽ അപ്പം തന്നെ വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്താലും മതി. ഞാൻ കൈ കൊണ്ട് തന്നെ എടുക്കണം കേട്ടോ, കൈ കൊണ്ട് എടുക്കുകയാണ് എനിക്കിഷ്ടം. അതിന് വേണ്ടിയൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല വേറെ. ഇതിപ്പോൾ എനിക്കറിയില്ല ഇതൊരു വളരെ ശാസ്ത്രീയമായിട്ടുള്ളൊരു മേക്കപ്പ് ഇടലാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ചെയ്യണ കണ്ടിട്ടുണ്ട്, പക്ഷെ അവർ ചെയ്യുമ്പോൾ അതൊരു വേറെ ഒരു ഭംഗി തന്നെയാണ്. ഇതിപ്പോൾ എൻ്റെ ഒരു ഇപ്പോൾ നമ്മുടെ മേക്കപ്പിൻ്റെ ഒരു ഫൗണ്ടേഷൻ പ്ലസ് കൺസീലർ മുഖത്ത് നന്നായി ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഞാനങ്ങനെ ഓവറായിട്ട് എൻ്റെ എല്ലാ പാടുകളും കളയാൻ ശ്രമിക്കാറില്ല. കാരണം എനിക്ക് ഇവിടെയൊക്കെ പാടുകളുണ്ട്, കുറച്ചൊക്കെ അതൊക്കെ വിസിബിളാണ്. പിന്നെ എനിക്ക് കണ്ണട വെച്ചിട്ടുള്ള എൻ്റെ പാടുണ്ട് ഇത് അവിടെയൊക്കെ. അപ്പോൾ അതൊന്നും ഒരു പരിധിയിൽ വിട്ട് മേക്കപ്പ് ചെയ്ത് മറക്കാൻ ഞാൻ നോക്കാറില്ല. അപ്പോൾ പ്രോഗ്രാമിനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇനി എൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാലും എനിക്ക് കുറച്ച് നമ്മുടെ കിട്ടിക്യൂറയുടെ സാൻഡല്ലോ റിഫ്രഷിങ് വിത്ത് സൺസ്ക്രീൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അത് കുറച്ച് ആ പൗഡർ, ടാൽക്കം പൗഡർ ഒരിത്തിരി കാണിച്ചു തരാം. അതിട്ടില്ലെങ്കിൽ ഒരു സമാധാനമില്ല. ദേ ഇത്ര സാധനം ഒരിച്ചിരി ഉള്ളൂ കേട്ടോ, അതിങ്ങനെ പടർന്നോണ്ടാ ഒരിത്തിരി. അതെനിക്ക് ഇട്ടില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അതെന്താന്ന് പറഞ്ഞുകൂടെ, അമ്മമ്മയ്ക്കും പരമ്പരാഗതമായിട്ടുള്ളതാണ് ഈ പൗഡറിനോടുള്ളൊരു ആവേശം. അത് ഞാനാവുമ്പോഴേക്കും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ എല്ലാ മേക്കപ്പ് കഴിഞ്ഞാലും എനിക്ക് അതൊന്ന് സെറ്റ് ആവണമെങ്കിൽ ഈ ഒരു സാധനം ഇടണം. അപ്പം ഞാനത് കുറച്ചിങ്ങനെ എടുത്തിട്ട് കുറച്ച് കളഞ്ഞിട്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് പാറ്റ് ചെയ്ത് കൊടുക്കുക. അതെൻ്റെ പൂർണ്ണമായും വ്യക്തിപരമാണ്, നിങ്ങളോട് ആരും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, അതോ എനിക്ക് തോന്നണാണോ കുറച്ചൊരു സെറ്റായ പോലെ തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഓക്കെ, ഇപ്പോൾ എനിക്കൊരു സമാധാനം കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണേ? പുരികം, ഐബ്രോസ് ചെയ്യാൻ പോകുന്നു. മിസ് ക്ലെയറിൻ്റെ ഡാർക്ക് ബ്രൗൺ വാട്ടർ പ്രൂഫ് ഐബ്രോ പെൻസിലാണ് ഞാൻ എടുക്കണേ. അതിൻ്റെ ബ്രഷ് വെച്ചിട്ട് ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കുന്നുണ്ട്. പുരികം ഞാൻ അധികം ത്രെഡ് ചെയ്യാറില്ല, വല്ലപ്പോഴേ ത്രെഡ് ചെയ്യാറുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് നീറ്റാക്കി. പുരികം നീറ്റായില്ലേ? ഇനി ജസ്റ്റ് ആ ഒരു ഇവിടെ വല്ലാണ്ട് ഞാൻ എഴുതാറില്ല. ഇവിടെ ഒരു കട്ടുണ്ട് പറഞ്ഞില്ലേ ഞാൻ പണ്ട്, അതൊക്കെ കഥ പിന്നെ പറയാം, പണ്ടത്തെ ഒരു കഥ. അപ്പോൾ അത് ഇങ്ങനെ ഇവിടെ ഒരു കട്ട് വന്നിട്ട് ഇവിടുത്തെ ഹെയറൊക്കെ പോയി, ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട്. ആ ഭാഗം ഒന്ന് ഞാൻ ജസ്റ്റ് ഷെയ്ഡ് ചെയ്ത് കൊടുക്കും. ആ ഒരു കട്ടുള്ളിടത്ത് മാത്രമേ ശരിക്കും അങ്ങോട്ട് വല്ലാണ്ട് വരയ്ക്കാറുള്ളൂ, കുറച്ച് അങ്ങനെ ഇതായിട്ട് വരയ്ക്കാറുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്തൊന്നും അധികം വരയ്ക്കാറില്ല. ഇനി ഐ ഷാഡോ, അത് ഞാൻ യൂസ് ചെയ്യണത്, ഇത് കുറേ കാലമായിട്ട് യൂസ് ചെയ്യണതാണ്, ലാക്മേയുടെ 9 to 5 ഐ കളർ ക്വാർട്ടറ്റ്. ഇതാ ഈ സാധനമാണ്. അതൊക്കെ പൊട്ടിത്തുടങ്ങി മാൻ.
ഇനി അതിലുള്ള 4 ഷെയ്ഡ്സ്. ഇനി ഇതിൽ ഞാൻ ഉപയോഗിക്കണത് ഫസ്റ്റ് വണ്ണാണ്. അത് നിങ്ങൾക്ക് ഫസ്റ്റ് വണ്ണാണ് എപ്പോഴും യൂസ് ചെയ്യാറ്. എനിക്കതാണ് ഇഷ്ടം. കുറേ ആയി വാങ്ങിയിട്ട്. ഞാൻ പിന്നെ അധികം ഒന്നും ഐ ഷാഡോ ഇടാത്തതുകൊണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് കണ്ണെഴുത്ത് പരിപാടി. കണ്ണെഴുത്ത് ഞാൻ യൂസ് ചെയ്യണത് ലാക്മേയുടെ ഐക്കോണിക്, മിക്കവരും യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു എന്താ പറയുക കൺമഷി കാജൽ. അപ്പോൾ അത് വെച്ചിട്ട് കണ്ണെഴുതാൻ പോണു. ഓക്കെ, കണ്ണെഴുതി. ഇനി ലാക്മേയുടെ ഒരു ഇതിൻ്റെ ഇതൊക്കെ പറഞ്ഞു പോയി. ലാക്മേയുടെ ഒരു ഐലൈനറാണിത്. ലാക്മേ തന്നെയാണത്, ഐക്കോണിക്കിൻ്റെ തന്നെ ഐലൈനറാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇനി കണ്ണെഴുതാം, മുകളിലെഴുതാം. ഞാൻ എപ്പോഴും വാലിട്ട് കണ്ണെഴുതും. കൊള്ളാമോ? അപ്പോൾ കണ്ണെഴുതി. ഇനി മൈ മോസ്റ്റ് ഫേവറേറ്റ് മസ്കാര, മേബലിൻ്റെ ടോട്ടൽ ടെംപ്ടേഷൻ വാട്ടർ പ്രൂഫ് ഒരു മസ്കാരയാണ്. മസ്കാരയില്ലാണ്ട് എന്ത് മേക്കപ്പ് അല്ലേ, എപ്പോഴും ആലോചിക്കാറുണ്ട്. ഞാൻ താഴെ മുകളിലും മസ്കാര എഴുതുന്ന ആളാണ് കേട്ടോ. നെക്സ്റ്റ് ഞാൻ വളരെ റീസെൻ്റ് ആയിട്ട് ചെയ്തു തുടങ്ങിയൊരു സാധനമാണ്. പക്ഷേ മേക്കപ്പ് ചെയ്യുന്ന എല്ലാവരും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനം കൂടിയാണത്. എന്തായിരിക്കും? ബ്ലഷ്. യെസ്, അത് എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഉപയോഗിക്കാൻ ഞാൻ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ ബ്ലഷ് യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിനു വേണ്ടി ഒരു പ്രോഡക്റ്റ് മേടിച്ചിട്ടില്ല അതുവരെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. ഞാനിപ്പോൾ യൂസ് ചെയ്യണത് ബ്ലഷായിട്ട് യൂസ് ചെയ്യണത് ഫേസസ് കാനഡയുടെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഐ നോ ഇത് സ്കിന്നിന് അത്ര നല്ലതല്ല ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യണത്, പക്ഷെ പലരും യൂസ് ചെയ്യണമുണ്ട് കേട്ടോ. പേഴ്സണൽ ചോയ്സാണ്. എൻ്റെ ഇതൊരു ലിപ്സ്റ്റിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് ആക്ച്വലി. ഫേസസ് കാനഡയുടെ മൈ ഡിസയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡ് ലിപ്സ്റ്റിക്ക്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതാണ് ഞാൻ ബ്ലഷായിട്ട് യൂസ് ചെയ്യണേ. ബ്ലഷ് ഇട്ടു. ഇവിടെ ഇത്തിരി, ഇവിടെ ഇത്തിരി, ഇവിടെ ഇച്ചിരി ഒരു തലയിടിച്ച പോലെ ആവരുത്, പക്ഷെ ഇച്ചിരി ഒരു ഭംഗിക്ക് ഒരു തുടുപ്പ് തോന്നണല്ലേ. ഓക്കെ, ബ്ലഷ് ഇട്ടു. ഇനി ലിപ്സ്റ്റിക്ക്. ഞാനിടുന്ന ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് മേബലിൻ്റെ ന്യൂഡ് നുവാൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് ഇത്. ന്യൂഡ് നുവാൻസ്. ഇതെൻ്റെ ഒരു ഫ്രണ്ട് അനു സജസ്റ്റ് ചെയ്തതാണ്. ഇന്ദുവിൻ്റെ എല്ലാവർക്കും പറ്റുമെന്ന് പറഞ്ഞിട്ട്, ഇന്ദുവിനും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് അനു സജസ്റ്റ് ചെയ്തിട്ട് ഞാൻ മേടിച്ചതാണ് മേബലിൻ്റെ ന്യൂഡ് നുവാൻസ്. ഇത് എൻ്റെ ഫേവറേറ്റ് ആയിട്ട് ഇപ്പം മാറി. ഇത് ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് ഇതിന്നൊരു സ്വിച്ച് ചെയ്യാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അത്രയും ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും എന്തെങ്കിലും ഷൂട്ടിന് വേണ്ടി ഇരിക്കുമ്പോഴും ഷോസിനും ഒക്കെ ഇത് തന്നെ ഇടാറ്. ഓക്കെ, ലിപ്സ്റ്റിക്ക് ഇട്ടു. ഇനി ഞാൻ ഇടയ്ക്ക് ഹൈലൈറ്റർ ഇടാറുണ്ട്. ഹൈലൈറ്റർ ഞാൻ കാണിച്ചു തരാം ഏതാടണേന്ന്. ഇന്ന് ഞാൻ ഇടാൻ എനിക്ക് മൂഡില്ല. ഹൈലൈറ്റർ ലാക്മേയുടെ ഫേസ് ഷീർ എന്ന് പറഞ്ഞിട്ട് ഒരു ഹൈലൈറ്ററാണ് ഞാൻ ഇടാറുള്ളത്. അത് രാത്രിയിലത്തെ ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ, വൈകുന്നേരം ലൈറ്റ് ഡിമ്മായിട്ടുള്ള ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ പാർട്ടീസിനൊക്കെ പോവുക, അങ്ങനെ റിസപ്ഷൻ അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ ഞാൻ കുറച്ച് ഹൈലൈറ്റർ ഇടാറുണ്ട്. ഓക്കെ, ഫൈനലി നമ്മളുടെ ലുക്ക് പ്രോഗ്രാമിന് പോകുന്ന ഒരു സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇതാണ് ഞാൻ ഷോസിനൊക്കെ പോകുമ്പോൾ ഈ ഒരു മേക്കപ്പാണ്, മേക്കപ്പ് റൂട്ടീനാണ് ഫോളോ ചെയ്യാറുള്ളത്. പൊട്ട് വെക്കണോ? പൊട്ട് വെച്ച് നോക്കാം. ഡു ഐ ലുക്ക് ഗുഡ്? ഓക്കെ, അപ്പോൾ ഓൾ സെറ്റ്. മുടിയൊക്കെ അഴിച്ചിട്ടു. ഞാനിപ്പോൾ ഒന്നും ചെയ്യാറില്ല. ദൈവസഹായം കൊണ്ട് ഇപ്പോൾ കുറച്ച് കുഴപ്പമില്ലാണ്ട് കിടക്കുന്ന സമയമാണ് മുടി.
ഇപ്പോൾ 2 പ്രാവശ്യമായിട്ട് മുടി വെട്ട് നല്ലതായതുകൊണ്ട് ഇപ്പം മുടി ഇങ്ങനെയാണ് ഇടാറുള്ളത് പ്രോഗ്രാമിന് മുമ്പോഴും. അപ്പോൾ ഇതാണ് എൻ്റെ മേക്കപ്പ് റൂട്ടീൻ. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഇനി ഇതുപോലത്തെ പ്രവർത്തികൾ ആവർത്തിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പറയൂ. എൻ്റെ സ്കിൻ കെയർ റൂട്ടീനിനെ പറ്റിയും ഒക്കെ വീഡിയോ ഇടാം. ഇങ്ങനത്തെ വീഡിയോസ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പറയുക, അറിയിക്കുക, കമൻറ്റ് ബോക്സിൽ ഇടുക. So keep watching my channel. Thank you. Bye bye.